ഗുഡ് മോർണിംഗ്. ഹായ് ഫ്രണ്ട്സ്. ഞാൻ എടുക്കുന്നത് ഗവേണൻസ് ആണ്. നോക്കാം. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ ഡെവലപ്മെൻറ്റ് പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ എക്കോണമി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നതുള്ളത് കുറച്ചുകൂടി ബെറ്റർ ആക്കാനും അത് ഫാസ്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവസരമൊരുക്കി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫോർമേഷൻസ് എഫിഷ്യൻ്റായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള മീഡിയം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യാനുസരണം റിട്രീവ് ചെയ്യാനും അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാനും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാനും ഇതിലൂടെ സാധ്യമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വ്യക്തികൾക്ക് ഇൻഫോർമേഷൻസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ ഒരു ഭാഗത്തു കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫങ്ഷനിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിൽ കൂടി ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അവരുടെ ആക്ടിവിറ്റീസ് ട്രാൻസ്പെറൻ്റായിട്ട് നടത്തണമെന്നാണ്. എല്ലാ കാര്യങ്ങളും അക്കൗണ്ടബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുവാനും അവർ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ ഈ ടൂള് ഈ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിൽ കൂടി കൊണ്ടുവരുന്നു. അതിലെയാണ് ഈ ഗവേണൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കാം. അപ്പോൾ ഇനി ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് അവരുടെ സിറ്റിസൻസും അല്ലെങ്കിൽ ഗവൺമെൻറ് അവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഓർഗനൈസേഷൻസ് അവർ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസും ഇവയൊക്കെ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ട്രാൻസ്ഫോർമെൻ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാം. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ ഡെവലപ്മെൻറ്റ് പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ എക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് അവസരമൊരുക്കുന്നുണ്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫോർമേഷൻസ് എഫിഷ്യൻ്റായിട്ട് സ്റ്റോർ ചെയ്യാനും മീഡിയം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസ് ഇൻഫോർമേഷൻസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യാനുസരണം റിട്രീവ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വ്യക്തികൾക്ക് ആവശ്യാനുസരണം എഫക്റ്റീവായിട്ട് ഇൻഫോർമേഷൻസ് എഫക്റ്റീവായിട്ടുള്ള യൂട്ടിലൈസ് ചെയ്യാനും അവസരം ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഭാഗത്തു കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിനെയാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. ഈ ഗവേണൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് എന്നാണ് പറയുക. അപ്പോൾ അപ്ലിക്കേഷൻ നോക്കാം. അപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു ദി പ്രോസസ് ഓഫ് ഗവൺമെൻറ് ഫങ്ഷനിങ് ഇൻ ഓർഡർ ടു ബ്രിങ് എബൌട്ട് ദി സ്പെക്ടാക്കുലർ ചേഞ്ച്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിൽ കൂടി ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗവേണൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ വേൾഡ് ബാങ്ക് ഈ ഗവേണൻസ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻ എന്താണെന്നറിയൂ? ഈ ഡെഫിനിഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇൻഫോർമേഷൻ ടെക്നോളജീസ് ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്? അവരുടെ സിറ്റിസൻസുമായിട്ട് അതേ അവിടുത്തെ ബിസിനസ് കാര്യമോ ആൻഡ് അതർ ആംസ് ഓഫ് ദി ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിൻ്റെ മറ്റു ചില സെക്രട്ടറീസ് അല്ലെങ്കിൽ അവരുടെ സഹായത്തിനാവശ്യമായിട്ട് പ്രവർത്തിക്കുന്നതും മറ്റു പല ഓർഗനൈസേഷനും. സോ ഇവരൊക്കെ ആയിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ട്രാൻസ്ഫോർമെൻ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. അതിനെയാണ് ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒന്നില്ലെങ്കിൽ വോയിഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടിംഗ്
ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടും ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഗവൺമെൻറ് അവരുടെ ഫങ്ഷനിങ്ങിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അപ്ലിക്കബിൾ ആക്കാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക? അത് പല റീസൺസ് ഉണ്ട്. അതിലെ ഒരു റീസണാണ് അവിടുത്തെ സിറ്റിസൺസ് ആ ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ ആവശ്യമായിട്ടുള്ള സമയം, നമുക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡെലിവറി ഓഫ് ഗവൺമെൻറ് സർവീസസ് ടു ദി സിറ്റിസൺ. അപ്പോൾ ഓരോ സിറ്റിസൺസിനും ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ സമയാസമയം എത്തിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആവശ്യമാണ്. അതുപോലെ തന്നെ അവരുടെ ബിസിനസ് കാര്യങ്ങൾ, അവിടുത്തെ ഇൻഡസ്ട്രീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനും, അതേപോലെ തന്നെ അവിടുത്തെ സിറ്റിസൺസ് എംപവർമെൻറ്റ് ചെയ്യാനും, ദെൻ അവരുടെ ഗവൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാനും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. സോ ഇത്തരത്തിൽ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അത് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിലും കൂടി ഉപയോഗിക്കുന്നതിനാണ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ, നമുക്കൊരു പരിധി വരെ കോപ്പറേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ പ്രൊവൈഡ് ചെയ്യാനും, എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റായിട്ട് ഇൻഷുർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഓരോ സിറ്റിസൺസും അവരുടെ സർവീസസ് ആക്സസ് ചെയ്യാൻ സാധിക്കാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റിവ്യൂസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇതാണ് ഈ ഗവേണൻസ് എന്നതിൽ പറയുന്നത്. ഓക്കെ, യുനെസ്കോൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ് പറയുന്നത് വെച്ചാൽ നോക്കാം. ഈ ഗവേണൻസ് മേ ബി അണ്ടർസ്റ്റുഡ് ആസ് ദി പെർഫോമൻസ് ഓഫ് ദിസ് ഗവൺമെൻറ്റ്സ് ദി ഇലക്ട്രോണിക് മീഡിയം ഇൻ ദി ഓർഡർ ടു ഫെസിലിറ്റീസ് ആൻഡ് എഫിഷ്യൻറ്റ് സ്പീഡിലി ആൻഡ് ട്രാൻസ്ഫോർമെൻറ്റ് process of the disseminating information to the public and other agencies and the performing government administration activities. അതായത് യുനെസ്കോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ ഡെഫിനിഷനാണിത് ആദ്യം പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ അഫെയർസ് മാനേജ് ചെയ്യുന്നത് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എക്സസൈസ് ചെയ്യാനും അതിനെയാണ് ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത്, അപ്പോൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗവേണൻസിൻ്റെ അതോറിറ്റി, ഗവേണൻസ് ത്രൂ ദി ഇലക്ട്രോണിക് മീഡിയം, അതിനെയാണ് ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അഫെയർസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് ഫെസിലിറ്റീസ് അതായത് ഫെസിലിറ്റീസ് മീഡിയംസ് വഴിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനെയാണ് ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ എന്തിനാണ് ഇലക്ട്രോണിക് മീഡിയം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ ഓർഡർ ടു ദി ഫെസിലിറ്റീസ് ആൻഡ് എഫിഷ്യൻറ്റ് സ്പീഡിലി ആൻഡ് ട്രാൻസ്ഫർമെൻറ്റ് പ്രോസസ് ഓഫ് ഡിസെമിനേറ്റിംഗ് ഇൻഫോർമേഷൻ ടു ദി പബ്ലിക്. അപ്പോൾ പബ്ലിക് മാത്രമല്ല, അവിടുത്തെ ഓരോ ഏജൻസീസ് അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സുകാരാവട്ടെ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് എന്നതിൽ കൂടി ട്രാൻസ്മെൻറ്റ് ഇൻഷുർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ടും എഫിഷ്യൻ്റ് ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഡെഫിനിഷൻ പ്രകാരം ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ട് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റിംഗ് അതോറിറ്റി എക്സസൈസ് ചെയ്യാനായിട്ട്
ഈ ഗവേണൻസിലൂടെ ഉപയോഗിക്കുന്നു. അതിനെയാണ് ഈ ഡെഫിനിഷനിലൂടെ പറയുന്നത്. അടുത്തത് ദെൻ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഗവേണൻസ് ഈസ് ജനറലി അണ്ടർസ്റ്റുഡ് ആസ് എ യൂസ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി ഗവൺമെൻറ് ഇൻ ഓർഡർ പ്രൊവൈഡ് സർവീസസ് ടു സിറ്റിസൻസ്, interactions with business experience, enterprises and communication and exchange of information between different agencies of a government. A speedily, convenient, efficient and transparent manner. Okay, അതായത് ഈ മീനിങ്ങിൽ പറയുന്നത് ഗവൺമെൻറ് എല്ലാ ലെവൽസും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ലെവൽസിലും. അപ്പോൾ ഗവൺമെൻറ്റും അവരുടെ സിറ്റിസൻസും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉറപ്പ് വരുത്താനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബെറ്റർ ചെയ്യാനും, പരസ്പരം ഇൻഫോർമേഷൻ നല്ല രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ സ്പീഡായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ട്രാൻസ്ഫർമെൻറ്റ് ചെയ്യാനും ഇൻഫോർമേഷൻസ് ചേഞ്ച് ചെയ്യാനും ആണ് ഈ ഗവേണൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഗവേണൻസിനെ കുറിച്ച് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് ആണ്. അതായത് ഗവേണൻസ് ത്രൂ ഇലക്ട്രോണിക് മീഡിയം എന്നാണ് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ എന്താണ് ഈ ഇലക്ട്രോണിക് ഗവേണൻസ് ഒരു ഭാഗത്ത് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, ഫങ്ഷനിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫങ്ഷനിങ് യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ് യൂസ് ചെയ്യുന്നത് എന്താണ് ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ സിറ്റിസൻസിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനിലൊക്കെയാണ്. അവരുടെ റിലേഷൻഷിപ്പൊക്കെ ട്രാൻസ്ഫർമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഇതിനെയൊക്കെയാണ് ഈ ഗവേണൻസ് എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായി, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.